പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ തൽക്കാലം നിർത്തിവെച്ചു. ആക്രമണം നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലാണ് നിർണായകമായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ലെബനോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമേരിക്കയിൽ നിന്ന് മധു, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഒരടി, അതിനുശേഷം ഒരു ചെറിയ പിന്മാറ്റം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രംപിന്റെ നിർദ്ദേശത്തെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ട്രംപ് മധ്യസ്ഥന്റെ റോളിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പോൾ നിലപാട് ഇരു രാഷ്ട്രങ്ങളുടെയും, ഇറാന്റെയും ഇസ്രായേലിന്റെയും? ഗുഡ് മോർണിംഗ് ഗോകുൽ, വർഷ. ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ നല്ല കലിപ്പിലാണ്. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ അവസാന നിമിഷമാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തെ പറ്റി ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇറാനെതിരെ ഒരു സൈനികാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേൽ ഒറ്റയ്ക്കങ്ങ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് ഇറാനുമായിട്ട് നടക്കുന്നതിനൊക്കെ വലിയൊരു ഭീഷണിയായിരുന്നു ഇത് ഉയർത്തിയത്. ഒരു വശത്ത് ഇറാനുമായിട്ട് നല്ല രീതിയിൽ ചർച്ചകൾ പോകുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ടതൊക്കെ ഇറാൻ സമ്മതിക്കുന്നുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ ഒരു വിക്ടറി പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. തിങ്കളാഴ്ചയോടെയാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായി രണ്ട് രാജ്യങ്ങളും വ്യക്തമാക്കിയത്. നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകൾക്ക് രണ്ട് രാജ്യങ്ങളും വഴങ്ങി. എന്നാലും ഇപ്പോഴും ഈ മേഖലയിൽ സമാധാനം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വ്യോമാക്രമണങ്ങളൊക്കെ നിർത്തിയെങ്കിലും ഇറാൻ ശക്തമായ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നിർത്തണം. ഇസ്രായേൽ തുടർന്നും ഇത് നടത്തിയാൽ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ വളരെ ശക്തമായി പുനരാരംഭിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇറാന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഇറാൻ ഇനി ഒരു തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ഹിസ്ബുള്ള ലെബനനിലെ അവർക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഇറാന്റെയും ഇസ്രായേലിന്റെയൊക്കെ ഈ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ നമുക്കറിയാം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് 5% കുതിച്ചുയർന്നിരുന്നു. എന്നാൽ വിപണിയിൽ ഇപ്പോൾ നേരിയ വിലക്കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു ആശ്വാസം തരുന്ന വാർത്തയാണ്. ഗോകുൽ, വർഷ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നലെ വലിയ ആശങ്കയുയർത്തിയായിരുന്നു ആക്രമണങ്ങൾ. ഇപ്പോൾ അതിനൊരു താൽക്കാലിക വിരാമമായിട്ടുണ്ട്. ഇരു രാഷ്ട്രങ്ങളും പിന്മാറിയിട്ടുണ്ട്, ഇസ്രായേലും ഇറാനും. അപ്പോഴും ഇരു കൂട്ടരും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.